ഈ അടുത്തായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു ഈ ക്രോഷേ. അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഞാനും കുറച്ച് ക്രോഷേ ഒക്കെ ചെയ്തായിരുന്നേ. ഇതൊക്കെയത് ബേസിക് സ്റ്റിച്ചുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. ആദ്യമൊക്കെ കുറെ അധികം സമയം എടുത്തായിരുന്നു, പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയേ. ക്രോഷേ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹുക്കുകൾ ഇതായിരുന്നു. അപ്പൊ ഇത് കൂടാതെ ഞാൻ വേറൊരു സെറ്റ് ഹുക്ക് കൂടി വാങ്ങിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് അല്ലെങ്കിൽ യാൺ അനുസരിച്ച് ഹുക്കിന്റെ സൈസിനും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ 4mm ഹുക്ക് യൂസ് ചെയ്തിട്ട് ക്രോഷേ ചെയ്യാൻ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ വാങ്ങിയ യാൺസ് കാണിച്ചു തരാം. ഇത് വോളിന്റെ യാണാണ്. ഇതുപോലെ പല ടൈപ്പ് യാണുകളുണ്ട്. അക്രിലിക്കിന്റെ ഉണ്ട്, കോട്ടൺ ഉണ്ട്, കോട്ടൺ ബ്ലെൻഡ് ഉണ്ട്. നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ യാൺ പർച്ചേസ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെയാ കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? ഈ യാൺസ് ഒക്കെ വെച്ചിട്ട് ചെറിയ ടോയ്സ് ആൻഡ് ഡ്രസ്സൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.